എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടി മാധവറാവുവിൻ്റെ കാലത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായ ചിലക്കൂർ ടണലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ 1880 പൂർത്തിയായ വർക്കല വലിയ തുരപ്പിൻ്റെയും നടയറ കായൽ വരെയുള്ള പാർവതി പുത്തനാറിൻ്റെയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. വീഡിയോയുടെ ലിങ്ക് ഐകാർഡിലും എൻഡ് സ്ക്രീനിലും ആഡ് ചെയ്തിട്ടുണ്ട്. പതിനാല് വർഷങ്ങളെടുത്താണ് വർക്കല കുന്ന് തുറന്ന് 2 തുരങ്കങ്ങൾ നിർമ്മിച്ചത്. ഇവയിൽ 1877 പൂർത്തിയാക്കിയ 346 മീറ്റർ നീളമുള്ള ചിലക്കൂർ തുരപ്പും 1880 പൂർത്തിയാക്കിയ 722 മീറ്റർ നീളമുള്ള വർക്കല വലിയ തുരപ്പും നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികകളും സുർക്കി മിശ്രിതങ്ങളും ഉപയോഗിച്ചാണ്. എന്നാൽ 1934-42 കാലഘട്ടത്തിൽ രണ്ടാമത്തെ തുരങ്കമായ വർക്കല വലിയ തുരപ്പിന് കോൺക്രീറ്റ് ലൈനിങ് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോൺക്രീറ്റ് പാർശ്വഭിത്തികൾ നിർമ്മിച്ച് അതിനുള്ളിൽ മണ്ണിട്ട് ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ അധികമായുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്ത് ആഴവും വീതിയും കൂട്ടുന്നുമുണ്ട്. ടണലിൻ്റെ കുറച്ച് പഴയകാല ചിത്രങ്ങളും ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടണലിനോട് ചേർന്ന് തന്നെയാണ് പ്രശസ്തമായ ചിലക്കൂർ ബീച്ചും ആലിയിറക്കം ബീച്ചും ഉള്ളത്. ഇവിടെ നിന്ന് 500 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ കുന്നിൻ്റെ മറുവശത്തായി ഈ ടണലിൻ്റെ മറുഭാഗം കാണാം. ടണലിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ഇപ്പോഴും കാട് പിടിച്ച് തന്നെയാണ് കാണുന്നത്. അതിനാൽ തന്നെ വ്യക്തമായി കാണാൻ കഴിയില്ല.
ഈ തുരങ്കത്തിൻ്റെ കുറച്ച് പഴയകാല ചിത്രങ്ങൾ കൂടി ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത് വെട്ടൂർ ഭാഗത്താണ്. ഇവിടെ മുതൽ 5 തെങ്ങ് കായൽ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ചിത്രീകരിക്കുന്നതിൻ്റെ എളുപ്പത്തിനായി നമുക്ക് 5 തെങ്ങ് കായലിൽ നിന്നും തിരിച്ച് ടണൽ വരെ സഞ്ചരിക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 5 തെങ്ങ് കായൽ ചേരുന്ന ഭാഗമായ നെടുങ്കണ്ടയിലാണ്. ഇവിടെ നിന്ന് വലത്തേക്ക് പോയാൽ പൊന്നിൻ തുരുത്തിലെത്താം. ഇപ്പം നിങ്ങൾ കാണുന്നത് 1-ാം പാലത്തിനടുത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഒരു താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തായി കാണുന്ന ഈ പാലത്തിലൂടെയാണ് വർക്കല കടക്കാവൂർ റോഡ് കടന്നു പോകുന്നത്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ പാഴ്ചെടികൾ ഉള്ളതിനാൽ വീഡിയോയിൽ കാഴ്ചയ്ക്ക് തടസ്സമുണ്ട്. ദയവായി ക്ഷമിക്കുക. ഇവിടെ ഏറെക്കുറെ പാർശ്വഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അരിവാളം ബീച്ചിന് സമീപത്താണ്. ഇവിടെ ഒരു ബോട്ട് ജെട്ടിയും കാണാം. ഇതുപോലെ മനോഹരങ്ങളായ ബോട്ട് ജെട്ടികളാവും ഇനിയും നിർമ്മിക്കുക.
ഇതിന് മറുഭാഗത്താണ് അരിവാളം ബീച്ച് പാർക്ക്. ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഈ ഭാഗങ്ങൾ ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. ഇത് സംരക്ഷിക്കേണ്ടതുണ്ട്. വെട്ടൂർ മുതൽ നെടുങ്കണ്ട വരെയുള്ള പ്രദേശം ഒരു വശം കടലും മറുവശം വരാൻ പോകുന്ന തീരദേശ ഹൈവേയും അതിനിടയ്ക്ക് പാർവതി പുത്തനാർ കനാലുമാണ്. ഇതിൻ്റെ 2 വശങ്ങളിലും ഇന്റർലോക്കുകൾ പാകി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്താൽ ഈ പ്രദേശത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് സഹായിക്കും. ഇത് ആ നാടിൻ്റെ തന്നെ വികസനത്തിന് കാരണമാകും. ഇപ്പം നമ്മൾ കാണുന്നത് റാത്തിക്കൽ എന്ന പ്രദേശമാണ്. ഇവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സൈഡിലായി കാണുന്ന പാഴ്ചെടികൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. നിർമ്മാണത്തിനാവശ്യമായ തടയണകൾ പൊളിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് വെട്ടൂർ ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ചിലക്കൂർ ടണലിൻ്റെ മറുഭാഗം ചെന്നവസാനിക്കുന്നതായി കാണാം. ആധുനിക യന്ത്രോപകരണങ്ങളുടെ സഹായങ്ങൾ ഏതുമില്ലാതെ 14 വർഷം കൊണ്ട് ഈ 2 തുരങ്കങ്ങൾ നിർമ്മിച്ച് അത് യാത്രായോഗ്യമാക്കി നമ്മെ വിസ്മയിപ്പിക്കുവാൻ തിരുവിതാംകൂർ ഭരണകാലത്തിന് കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് ഈ 5 വർഷം കൊണ്ട് ഇതിൻ്റെ നവീകരണമെങ്കിലും പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല എന്ന ചോദ്യം മാത്രം ബാക്കി. 2026-ലെങ്കിലും ഇതിലൂടെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 13 കിലോമീറ്ററോളം നീളം വരുന്ന പാർവതി പുത്തനാറിൻ്റെയും ടണലുകളുടെയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഈ 2 വീഡിയോകളിലായും കണ്ടത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.